മക്കാവ് തായ്പാ ലണ്ടനിൽ വന്നേന്. അവിടെ അടുത്തൊരു വന്നപ്പോൾ ഈ ഒരു പൂന്തോട്ടം കണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ വന്നിട്ട് എല്ലാം കണ്ണ് നല്ല രീതിയിലുള്ളൊരു സന്തോഷം നൽകുന്നൊരു സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം കാണാൻ നല്ല എന്താ ഒരു പ്രത്യേക നമുക്ക് ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാം. നമുക്ക് എങ്ങോട്ട് പോയാലൊരു നമുക്ക് ആ സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടും. എന്തൊക്കെ ടെൻഷനുകളുണ്ടെങ്കിലും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അതെല്ലാം മറന്ന് അതൊന്ന് നോക്കി നിന്നു. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം. ഇവിടുത്തെ ഗാർഡനാണ്. ഈ പൂന്തോട്ടം ഫുള്ളൊന്ന് കറങ്ങി ഒന്ന് കണ്ടു നോക്കാമെന്ന് വെച്ചു. ഇവിടെ എനിക്ക് എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടി കേട്ടോ. നല്ല മനസ്സിനൊക്കെ ഒന്ന് ശാന്തമായി നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഇവിടെ. എല്ലാം നല്ല ഇതൊരു പറയണ്ട എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ വെച്ചേക്കുന്നത്. എല്ലായിടത്തും പൂന്തോട്ടമായാലും പോണ സ്ഥലങ്ങളായാലും എവിടെ ചെന്നാലും അത് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ല കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ നേരിട്ട് കാണാൻ ഇതൊന്നും സൂപ്പറാണ് കേട്ടോ. ഫോണിൽ കൂടെ കാണുന്നതിൻ്റെ കാട്ടി നല്ലതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തേക്കുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന കേട്ടോ. അതെനിക്ക് തന്ന ഹായ് ആണ്. ഓക്കെ, എന്തായാലും വീണ്ടും പോവാം. ഇവിടെ എല്ലാം നല്ല ഒരു ചെടികളായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വെച്ചത്. അവിടെ എല്ലാ മരങ്ങളും താങ്ങ് കൊടുത്ത് നിർത്തിയേക്കാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ വീണ്. പക്ഷേ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എല്ലാം നല്ല തറയായാലും സൈഡായാലും എല്ലാ ചെടികൾ ചെയ്തും അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇവിടെ പാർക്കിൻ്റെ അകത്ത് പൂന്തോട്ടത്തിൻ്റെ അകത്തൊന്നും സിഗരറ്റൊന്നും വലിച്ചിട്ട് കേട്ടോ ഫൈനുണ്ട്. ഇതിൻ്റെ അകത്ത് ആരും സിഗരറ്റൊന്നും വലിക്കാറില്ല കേട്ടോ. നിയമങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പാലിക്കുന്നൊരു സ്ഥലമാണ് അല്ലേ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയല്ലേ കണ്ടിട്ട്. എനിക്കിത് കണ്ടപ്പം ഈ ഊട്ടിയിലേക്കുള്ളൊരു ഗാർഡൻ ഉണ്ടല്ലോ അതാണ് ഓർമ്മ വന്നേട്ടാ. പക്ഷേ അവിടുത്തെ നല്ല ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ. തണുപ്പുമുണ്ട്, കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ എല്ലാം. ഇവിടുന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോയിട്ടൊരു പാലം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കണക്ക് തോന്നി. സൈഡിൽ വയലിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോണൊരു ഫീല് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം അതേ കണ്ടേ വയൽ അതിനൊക്കെ തന്നെ നിർത്തിക്കൊണ്ട് തൊട്ടപ്പുറത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ, സൈഡിൽ കുളം, ഇവിടെ മീൻ പിടിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്നൊരു ഫീലുണ്ട്. നാട്ടിൽ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് കൂടെയൊക്കെ നടന്ന് വയലിൽ കൂടെയൊക്കെ നടന്നു പോണൊരു ഫീല്. പക്ഷേ ഇത് ഇവിടെ എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിർത്തിയിട്ടുണ്ടെന്ന് നമ്മളല്ലേ. എല്ലാം അതിൻ്റേതായിട്ടുള്ള ഭംഗി ഒന്നും നഷ്ടപ്പെടുത്താതെ അവർ എല്ലാം അതായത് അതിൻ്റേതായിട്ടൊരു ഭംഗി അവർ നിലനിർത്തിയിട്ടുണ്ട് എന്തായാലും. പക്ഷെ ഒന്നും അവർ നശിപ്പിക്കുന്നില്ല കേട്ടോ. ആ ഉള്ളത് തന്നെ അത് ഭംഗിയായി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇത് നടക്കാൻ ഒരുപാടുണ്ടെന്ന് കേട്ടോ. പാലം കണക്ക് നീണ്ട് കിടക്കുവാണ്. ഒരുപാട് പേര് നടന്ന് പോകണം. ഇതെനിക്കൊന്ന് അങ്ങ് അപ്പുറത്തെ റോട്ടിൽ പോകുമായിരിക്കും തോന്നുന്നു. നടന്ന് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഇവിടം വരെ നടന്ന് ഞാൻ നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയും ഒരുപാടുണ്ട്. ഒരുപാട് ദൂരം നടന്ന് ഒരുപാടൊന്നും വീഡിയോസ് പിടിച്ചില്ല കേട്ടോ. കണ്ടിന്യൂസ് പിടിക്കാനാണെങ്കിൽ ഒരുപാട് ദൂരം ഞാൻ സംസാരിച്ച് വരണം. നല്ല ബിൽഡിംഗ് ആയല്ലേ. ഇവിടെ നിന്ന് കറങ്ങി കണ്ടിട്ട് നിർത്താം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇനി ഞാൻ നടന്ന് പോകേണ്ടി വരും. ഇനി ഒരുപാട് ഉണ്ട്. ഇനിയും നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കൊന്ന് അപ്പുറത്തെ റോട്ടിലോട്ട് പോണ വഴിയാണിത്. ഇനി ഇങ്ങോട്ട് തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. ഇങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ ഇവിടെ നിൽക്കുവാണ്.